രാജ്യത്തെ പ്രമുഖ വ്യവസായികളിൽ ഒരാളായ അനിൽ അംബാനിയുടെ 3084 കോടി രൂപയുടെ സ്വത്തുവകകൾ ഇഡി കണ്ടുകെട്ടിയ വാർത്ത പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കേസുകളാണ് അനിൽ അംബാനിയുടെ കമ്പനികൾക്ക് നേരെ ഇഡി കൈക്കൊണ്ടിട്ടുള്ളത്. ഡൽഹി, നോയിഡ, ഗാസിയാബാദ്, മുംബൈ, പൂനെ, താനെ, ഹൈദരാബാദ്, ചെന്നൈ, കാഞ്ചീപുരം ഇവിടങ്ങളിലുള്ള അനിൽ അംബാനിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. കണ്ടുകെട്ടിയതിൽ മുംബൈയിലെ വീടും ഉൾപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും രാജ്യത്തെ പ്രമുഖ വ്യവസായിയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയത്? അനിൽ അംബാനിയുടെ തകർച്ചയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2025 ഒക്ടോബർ 31 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം അനിൽ അംബാനിയുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികൾ ഇഡി ആരംഭിക്കുന്നത്. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ്, റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായി 2017-2019 കാലത്ത് യെസ് ബാങ്കുമായി ചേർന്ന് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ഇക്കാലയളവിൽ മേൽപ്പറഞ്ഞ രണ്ട് കമ്പനികളും യഥാക്രമം 2965 കോടി, 2045 കോടി എന്നിങ്ങനെ യെസ് ബാങ്കിൽ നിക്ഷേപം നടത്തിയിരുന്നു. എന്നാൽ 2019 ഡിസംബറോടെ ഈ നിക്ഷേപങ്ങൾ നിഷ്ക്രിയ നിക്ഷേപമായി മാറിയതോടെയാണ് ഇഡി അനിൽ അംബാനിയെ നോട്ടമിട്ടത്. സെബിയുടെ നിയമപ്രകാരം അനിൽ അംബാനിയുടെ നേതൃത്വത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കില്ല. ഈ നിയമം മറികടന്നാണ് റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ്, റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ യെസ് ബാങ്കിൽ നിക്ഷേപം നടത്തുന്നത്. ഇത്തരത്തിൽ യെസ് ബാങ്കിൽ നടത്തിയ നിക്ഷേപം വായ്പയായി അനിൽ അംബാനിയുടെ മറ്റ് സ്ഥാപനങ്ങൾക്ക് തിരികെ എത്തിയിട്ടുണ്ട് എന്നും ഇഡി കണ്ടെത്തിയിരുന്നു. ഈ വായ്പകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അനിൽ അംബാനിയുടെ കമ്പനികൾക്ക് ലഭ്യമായി എന്നതും അന്വേഷണ സംഘത്തിന് സംശയമുണ്ടാക്കി. ചില വായ്പകളുടെ അപേക്ഷയും അനുമതിയും കരാറും ഫണ്ട് കൈമാറ്റവും എല്ലാം ഒരേ ദിവസം തന്നെയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ചില ലോണുകളിൽ അനുമതിയും കരാറും തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ ഫണ്ട് കൈമാറിയതായും അവർ കണ്ടെത്തി. മറ്റു ചില ലോണുകളിലാകട്ടെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് അഡ്വാൻസായി തന്നെ പണം കൈമാറിയതായും അന്വേഷണ സംഘം മനസ്സിലാക്കിയിരുന്നു. മറ്റൊരാൾക്കും ഇത്ര വേഗത്തിൽ യെസ് ബാങ്കിൽ നിന്ന് വായ്പ ലഭിച്ചിട്ടില്ല എന്നതും ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുതയായിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനകളിലാണ് യെസ് ബാങ്കും അനിൽ അംബാനിയും തമ്മിലുള്ള തെറ്റായ പ്രവണതകൾ അന്വേഷണ സംഘം കണ്ടെത്തിയത്. വായ്പയുമായി ബന്ധപ്പെട്ട രേഖകളിലും അന്വേഷണ സംഘം കൃത്രിമത്വം കണ്ടെത്തിയിരുന്നു. രേഖകളിൽ വെട്ടിത്തിരുത്തലുകൾ വരുത്തിയിരുന്നതായും പല രേഖകളുടെയും ചില കോളങ്ങൾ മാത്രം പൂരിപ്പിക്കാതെ ഇട്ടതായി കണ്ടെത്തിയിരുന്നുവെന്നും അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു. അപേക്ഷകളിലെയും മറ്റു രേഖകളിലെയും തീയതികൾ കൃത്രിമത്വം നടന്നതായും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നതെങ്കിലും സമീപഭാവിയിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള മറ്റ് കമ്പനികൾക്ക് ലഭിച്ച വായ്പകളുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുമെന്നാണ് സൂചനകൾ. അനിൽ അംബാനി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇഡി കേസുകൾക്കും നടപടികൾക്കും കാരണം യെസ് ബാങ്കുമായി ചേർന്ന് നടത്തിയ വായ്പാ തട്ടിപ്പുകളാണെങ്കിലും വർഷങ്ങളായി അനിൽ അംബാനിയും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളും തകർച്ചയുടെ പാതയിലായിരുന്നു. കടം പെരുകിയത്, ബിസിനസ്സിലെ ചില പരാജയങ്ങൾ, ഈ പരാജയങ്ങൾ കാരണം നിക്ഷേപങ്ങൾ വരാതിരുന്നത്, വേറെയും ചില തട്ടിപ്പ് കേസുകളിൽ വ്യക്തിപരമായും അല്ലാതെയും ഉണ്ടായിട്ടുള്ള ചീത്തപ്പേര് കാരണം വിപണിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്നത്, ഇവയെല്ലാം അനിൽ അംബാനിയുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. സഹോദരൻ മുകേഷ് അംബാനിയുമായി തർക്കങ്ങളും കേസുകളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു നിർണായക ഘട്ടത്തിൽ അനിൽ അംബാനിയെ ജയിൽ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചത് മുകേഷ് അംബാനി തന്നെയായിരുന്നു. വൻതോതിലുള്ള കടം തന്നെയാണ് അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2005 റിലയൻസ് ഗ്രൂപ്പിന്റെ പിളർപ്പിന് ശേഷം അനിൽ അംബാനി വളരെ പെട്ടെന്ന് തന്നെ തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താനായിരുന്നു ശ്രമിച്ചത്. ഇതിനായി അദ്ദേഹം ആശ്രയിച്ചതാകട്ടെ വലിയ വായ്പകളെയും. ഈ കടം പെരുകി 1.2 ലക്ഷം കോടി രൂപയായി. എന്നാൽ ആഭ്യന്തര അന്താരാഷ്ട്ര വിപണിയിൽ അനിൽ അംബാനിയുടെ കമ്പനികൾക്ക് വേണ്ടത്ര ശോഭിക്കാൻ കഴിയാതിരുന്നത് ഈ വായ്പകളുടെ തിരിച്ചടവിനെ ബാധിച്ചു. ഇതിനിടെ തന്നെയാണ് റിലയൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സുകളിൽ ഒന്നായ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് അഥവാ ആർകോം തകരുന്നതും. ആർകോമിന്റെ തകർച്ചയ്ക്ക് കാരണമായത് തുടക്കത്തിൽ അവർ സ്വീകരിച്ച ടെക്നോളജി പെട്ടെന്ന് കാലഹരണപ്പെട്ടതായിരുന്നു. ആർകോമുമായി മത്സരിച്ച മറ്റു കമ്പനികൾ ആഗോളതലത്തിൽ പ്രചാരത്തിലുള്ളതും വിപുലീകരണം സാധ്യമായതുമായ GSM ടെക്നോളജി ഉപയോഗിച്ചപ്പോൾ ആർകോം ഉപയോഗിച്ചത് CDMA ടെക്നോളജി ആയിരുന്നു. ഇത് പെട്ടെന്ന് കാലഹരണപ്പെട്ടത് ആർകോമിന്റെ തകർച്ചയ്ക്ക് കാരണമായി. 2016 സഹോദരൻ മുകേഷ് അംബാനി ജിയോ അവതരിപ്പിച്ചതോടെ ഈ പതനം പൂർത്തിയായി. ഇതിനിടയിൽ നെറ്റ്വർക്ക് വിപുലീകരിക്കാൻ കഴിയാതിരുന്ന ആർകോം 2019 പൂർണ്ണമായും പരാജയം സമ്മതിച്ച് വിപണിയിൽ നിന്ന് പിൻവാങ്ങി. ഒടുവിൽ പാപ്പർ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. അനിൽ അംബാനിയുടെ ഊർജ്ജ മേഖലയിലെ നിക്ഷേപത്തിലും ഇക്കാലയളവിൽ വലിയ തകർച്ചകളുണ്ടായി. ദാദ്രി ഉൾപ്പെടെയുള്ള അനിൽ അംബാനിയുടെ പവർ പ്ലാന്റുകളുടെ പ്രവർത്തനം പൂർത്തീകരിക്കാനാകാത്തതും പ്രകൃതിവാതകങ്ങളുടെ വിലയും വിതരണവും സംബന്ധിച്ച് സഹോദരൻ മുകേഷ് അംബാനിയുമായി ഉണ്ടായ തർക്കവും ഈ പദ്ധതികളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി.
2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇതിനിടയിൽ പിപ്പാവാവ് ഡിഫൻസ് ആൻഡ് ഓഫ്ഷോർ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിനെ ഏറ്റെടുത്തത് ഗ്രൂപ്പിന് വലിയ ബാധ്യതയും ഉണ്ടാക്കി. ഇക്കാലത്ത് തന്നെയാണ് അനിൽ അംബാനിക്കും ഗ്രൂപ്പുകൾക്കും നേരെ ചില ഗുരുതരമായ കേസുകളും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ജയിലിലടയ്ക്കുമെന്ന അവസ്ഥയും ഉണ്ടാകുന്നത്. സ്വീഡിഷ് ടെലികോം കമ്പനിയായ എറിക്സണ് കുടിശ്ശിക അടയ്ക്കാത്തതിന്റെ പേരിൽ 2019 സുപ്രീം കോടതി അനിൽ അംബാനിക്കെതിരെ കോടതിയലക്ഷ്യത്തിന് കേസെടുത്തു. ഈ കേസിൽ അനിൽ അംബാനി ജയിലിൽ പോകേണ്ടി വരുമെന്ന സ്ഥിതിയും ഉണ്ടായി. സഹോദരൻ മുകേഷ് അംബാനിയാണ് പിന്നീട് എറിക്സണിനുള്ള കുടിശ്ശിക അടച്ച് ജയിൽ ശിക്ഷയിൽ നിന്നും അനിൽ അംബാനിയെ രക്ഷിച്ചെടുത്തത്. ഇത്തരത്തിൽ നിരവധി കേസുകളും സ്ഥാപനങ്ങളുടെ തകർച്ചയുമെല്ലാം അനിൽ അംബാനിയുടെ കമ്പനികളിലുള്ള നിക്ഷേപകരുടെ വിശ്വാസം തകർത്തതോടെ പതനം പൂർത്തിയാവുകയായിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ വീട് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ ഇഡി കണ്ടുകെട്ടുന്നതും.